പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 32ാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. അനുക്തായേ ഭക്താ പ്രഭുചരണ സംസക്ത ഹൃദയാഃ അനിർദിഷ്ടാ വീരാ അതിസമരമുദ്ധസ്തരിപവഃ സമാജോദർത്താരാ സുഹിതകര വിജ്ഞാന നിപുണാഃ നമസ്തേഭ്യോ ഭൂയാത് സകല സുജനേഭ്യ പ്രതിദിനം. ഭക്തിമാർഗത്തിൽ ആയിരക്കണക്കിന് ആചാര്യന്മാർ ഭാരതഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ഇന്നും അത്തരം ധാരാളം ആചാര്യന്മാർ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരിൽ ഏതാനും പേരെ മാത്രമേ ഈ സ്തോത്രത്തിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ളൂ. വിവരണത്തിൽ കുറച്ചു പേരുകൾ കൂടി ചേർക്കുവാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും അത് തീർത്തും അപര്യാപ്തമാണ്. കേരളത്തിൽ തന്നെ എഴുത്തച്ഛനും പൂന്താനവും പോലെ എത്രയെത്ര മഹത്തുക്കൾ ഈ നിരയിലുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാവരെയും അനുസ്മരിക്കുവാൻ ഏകാത്മതാ സ്തോത്രത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളെയും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളെയും എടുക്കുമ്പോൾ 10,000-കണക്കിന് ആചാര്യന്മാരെയും മഹത്തുക്കളെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഓരോ കാലഘട്ടത്തിലും പ്രസക്തമായ 100ഓളം ആചാര്യന്മാരെ കുറിച്ചും മഹാത്മാക്കളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ഇവിടെ ആ ഭക്തന്റെ ആ മഹത്തുക്കളുടെ പേരു പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നിരവധി വീരന്മാർ ഉണ്ട്. പോരിൽ അനന്തവീരം കാണിച്ചവരെയെല്ലാം നാം നന്ദിപൂർവ്വം ഓർക്കേണ്ടതുമാണ്. ധർമ്മ സംസ്ഥാപനത്തിനായി രക്തം ചൊരിഞ്ഞവർ പ്രാതസ്മരണീയരും പ്രേരണാ സ്രോതസ്സുകളുമാണ്. സ്വധർമ്മം, സ്വജനം, സ്വരാഷ്ട്രം എന്നിവയ്ക്കായി ജീവഭയം വെടിഞ്ഞ് ശത്രുവിനോട് പോരാടി ആയിരത്താണ്ടുകളായി നമ്മുടെ അതുല്യ വീരപുരുഷന്മാരും വീരവനിതകളും സനാതനധർമ്മത്തെ കാത്തുപോന്നു. ഇന്നും സ്വാതന്ത്ര്യവും സമൃദ്ധിയും രുചിച്ച് സന്തോഷത്തോടെ സുരക്ഷിതരായി കഴിയുമ്പോൾ നാം അവരോട് നന്ദി കാട്ടേണ്ടതാണ്. നല്ല നാളുകൾക്കായി സ്വന്തം ഇന്നുകളെ ബലികഴിക്കുന്നവർ ഇപ്പോഴും നാട്ടിലുണ്ട്, സൈന്യത്തിലുമുണ്ട്. നാളെയും ഇത്തരം വീരന്മാർ സമൂഹത്തിൽ നിന്നുണ്ടാകാൻ മുൻകാലങ്ങളിലെ വീരന്മാരുടെ സ്മരണയും അവരോടുള്ള നമ്മുടെ അളവറ്റ ആദരവും കാരണമായി തീരണം. ബാജിറാവു പേഷ്വയും ഹെമു ചക്രവർത്തിയുമെല്ലാം സ്മരിക്കപ്പെടാതെ പോയത് ഈ സ്തോത്രത്തിൻ്റെ പരിമിതി മൂലമാണ് എന്ന് നാം അറിയണം. സമൂഹത്തിൽ ആരോഗ്യ ദൃഢാവസ്ഥ ഉളവാക്കുവാനും സമാജ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ദുരാചാരങ്ങളെ മാറ്റാനും പ്രയത്നിച്ച ദാർശനികരും അവരുടെ അനുയായികളും പവിത്രാത്മാക്കളാണ്. അവരുടെ ഓരോരുത്തരുടെയും ഓർമ്മ നമ്മെ കർത്തവ്യ ബോധമുള്ളവരാക്കി തീർക്കുന്നു. പൈതൃകമായി ലഭിച്ച സനാതന ധർമ്മ സംസ്കാരത്തെ കൂടുതൽ തേജസ്സുറ്റതാക്കുവാനും വ്യാപിപ്പിക്കുവാനും അവരുടെ തീക്കനൽ പോലുള്ള ഓർമ്മകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ അയ്യങ്കാളിയെയും മന്നത്ത് പത്മനാഭയെയും പോലെയുള്ള ഒരുപാട് പരിഷ്കർത്താക്കളെ, നവോത്ഥാന നായകന്മാരെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ജനജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തുവാൻ ശാസ്ത്രജ്ഞന്മാരെ പോലെ പ്രയോജനം ചെയ്തവർ വിരളമാണ്. വിവിധ രംഗങ്ങളിൽ തീവ്രമായ ജ്ഞാനയജ്ഞം വഴി ജനജീവിതത്തെ മുന്നോട്ട് നയിച്ച അവരെല്ലാം സ്വദേശ വിദേശ വ്യത്യാസമില്ലാതെ നന്ദിപൂർവ്വം ഓർക്കപ്പെടേണ്ടവരാണ്. എന്നാൽ ഭാരതീയരായ ശാസ്ത്രജ്ഞന്മാരെ നാം ഓർക്കുമ്പോൾ നമുക്ക് ദേശാഭിമാനം തോന്നും. ഇവിടെ നമ്മുടെ പരിമിതിയിൽ ഒരുപാട് ശാസ്ത്രകാരന്മാരെ നമുക്ക് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ യശസ്സിന്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സർവ്വതോന്മുഖമായ ഉന്നതിക്ക് അവരെല്ലാം നൽകിയ സംഭാവന വളരെ വളരെ വലുതായിരുന്നു. അവരോടെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് അവരെയെല്ലാം മൊത്തത്തിൽ സ്മരിക്കുന്നതാണ് 32ാമത്തെ ശ്ലോകം. ഇവരെല്ലാം നമസ്തേഭ്യോ ഭൂയാത് സകല സുജനേഭ്യ പ്രതിദിനം. നമ്മുടെ ഏകാത്മതാ സ്തോത്രത്തിൻ്റെ പരിമിതി മൂലം 33 ശ്ലോകങ്ങളിലായിട്ട് ഒതുക്കേണ്ടത് കൊണ്ട് ആയിരക്കണക്കിന് മഹാത്മാക്കൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പവിത്ര ഭൂമിയിൽ അവരെയെല്ലാം
ഒരു ശ്ലോകത്തിലൂടെ അല്ലെങ്കിൽ ഏതാനും ശ്ലോകത്തിലൂടെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായതുകൊണ്ട് അവരോടെല്ലാം ക്ഷമ ചോദിച്ച് അവരെയെല്ലാം ഭക്ത്യാദരപൂർവം സ്മരിക്കുകയാണ് 32-ാമത്തെ ശ്ലോകം ചെയ്തത്. 33-ാമത്തെ ശ്ലോകം: ഇതമേകാത്മദാ സ്തോത്രം ശ്രദ്ധയായ സദാ പഠേത് സ രാഷ്ട്രധർമ്മനിഷ്ഠാവാൻ അഖണ്ഡം ഭാരതം സ്മരേത്. ഏകാത്മദാ സ്തോത്രം ഭക്തിപൂർവം പഠിക്കുന്ന ഓരോരുത്തരും ഈ രാഷ്ട്രത്തോട്, ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൽ അഖണ്ഡ ഭാരതത്തെ നിരന്തരമായി സ്മരിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമായി തീരുന്നവരാകും. കാരണം ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാന വിജയം ആ രാഷ്ട്രത്തിലെ സർവ്വസാധാരണ പൗരന്റെ ദേശീയ ബോധവും ദേശീയ നിലവാരവുമാണ്. എൻ്റെ പൂർവികരാരൊക്കെ, എന്താണ് എൻ്റെ പൈതൃകം, സംസ്കാരം, എൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, എൻ്റെ ദാർശനിക ഗ്രന്ഥങ്ങൾ, ഇതേത് എന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തി അത് പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് സ്വന്തം രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും സംസ്കാരത്തിലും നമുക്ക് അഭിമാനമുണ്ടാകുന്നത്. ഇതമേകാത്മദാ സ്തോത്രം, ഈ ഏകാത്മദാ സ്തോത്രം ശ്രദ്ധയായ സദാ പഠേത്, എപ്പോഴും ശ്രദ്ധയോടുകൂടി പഠിക്കുക. സരാഷ്ട്രധർമ്മനിഷ്ഠാവാൻ, രാഷ്ട്രത്തിൻ്റെ ധർമ്മത്തിൽ നമുക്ക് എന്നും പ്രതിബദ്ധതയുണ്ടാവുക. അഖണ്ഡം ഭാരതം സ്മരേത്, ഈ അഖണ്ഡ ഭാരതത്തെ സ്മരിക്കുക. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. കവികൾ പാടിയിട്ടുണ്ട്. മറക്കുക വയ്യ മാതാവിൻ മനസ്സിനു വന്ന വേദനകൾ, പൊറുക്കുക വയ്യ ദുഷ്ടന്മാർ നടത്തിയ ഘോരകൃത്യങ്ങൾ. അതാ പിടയുന്നു ഗാന്ധാരം, അതാ മുറിവേറ്റു പാഞ്ചാലം, അതാ പിളരുന്നു ബംഗാളം, ഹിമാചലവും കുനിഞ്ഞെന്നോ കവികൾ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രം, അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമായി തീരുന്ന കാലം വിദൂരമല്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഭാരതത്തിൽ ലയിക്കാൻ പോകുന്ന വിശ്വഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയരുവാനുള്ളതാണ് 2 തലമുറകൾക്ക് ശേഷം ലോകമെന്ന് മഹാത്മാക്കൾ വിലയിരുത്തുന്നു. ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ മതവെറിയുടെ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞു പോയിട്ടും 2300 വർഷക്കാലത്തെ ചരിത്രം രേഖപ്പെടുത്തിയ നിരന്തര വൈദേശിക ആക്രമണത്തിനു ശേഷവും എൻ്റെ ഭാരതം ജീവിച്ചിരിക്കുന്നു. BC 326 മാസിഡോണിയയിൽ അലക്സാണ്ടറിൽ തുടങ്ങി യവനന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും നമ്മെ ആക്രമിച്ചു. മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ മതഭ്രാന്തിന്റെ 700 വർഷക്കാലത്തെ നിരന്തരമായ മതവെറിയുടെ പടയോട്ടം, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ തറുക്കപ്പെട്ടു, ലക്ഷോപലക്ഷം സനാതനധർമ്മികൾ കൊല ചെയ്യപ്പെട്ടിട്ടും ഭാരതവും സംസ്കാരവും രാമനും കൃഷ്ണനും ഇന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈ സംസ്കാരത്തിന് നാശമില്ല. തുടർന്ന് ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, തുർക്കികൾ വന്നു, അറബികൾ വന്നു. 947 ഓഗസ്റ്റ് 15-ാം തീയതി സായിപ്പി മണ്ണ് വിട്ടു പോകുന്നത് വരെ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിന് ശേഷവും ഭാരതം ഇന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, കന്യാകുമാരിയിൽ ജീവിക്കുന്നവൻ കാശ്മീരിൽ ജീവിക്കുന്നവനെ കണ്ടപ്പോൾ ജയ് ശ്രീറാം പറഞ്ഞപ്പോൾ സീതാറാം എന്ന മറുപടി ലഭിച്ചു എങ്കിൽ ഈ സംസ്കാരത്തിന് നാശമില്ല. പ്രശ്നങ്ങളുണ്ട്, ജാഗ്രതയും അത്യാവശ്യമാണ്. പക്ഷേ ഇത് സനാതനമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് ഈ ധർമ്മം. എന്തൊക്കെ ലോകത്ത് നശിച്ചില്ലാതായി പോയി നാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഭാരതം ഇന്നും ജീവിച്ചിരിക്കുന്നു. ലോകത്തിന് ഗുരുവായിട്ട് ഭാരതം മാറാൻ പോകുന്നു. അവിടെയാണ് എൻ്റെ പൂർവികരെ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നമ്മെ നാമായി ജീവിക്കുവാൻ വേണ്ടി ജീവൻ ബലിദാനം നൽകിയ മഹാത്മാക്കളെ, അവരില്ലായിരുന്നുവെങ്കിൽ അഭിമാനത്തോടുകൂടി ഹിന്ദുവെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് പറ്റുമായിരുന്നോ എന്ന് നിരന്തരമായ വിചിന്തനം ചെയ്യുവാനുള്ള ഒരവസരമാണ് ഏകാത്മത സ്തോത്ര പഠനം. പ്രിയ സജ്ജനങ്ങളെ, 200 ദിവസത്തിലധികം നീണ്ടുനിന്ന നമ്മുടെ ഏകാത്മതാ സ്തോത്ര പഠനം ഇന്ന് അവസാനിക്കുകയാണ്. ഏകാത്മതാ സ്തോത്രത്തിൻ്റെ വരികൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അയച്ചിട്ടുണ്ട്.
എല്ലാവരും അത് പഠിക്കുക. മഹാത്മാക്കളെ നമുക്ക് ഇനിയും ധാരാളം വായിച്ച് ഇവരുടെ എല്ലാം പരമാവധി കഥകളെയും ചരിത്രത്തെയും ശേഖരിക്കുക. കൂടുതൽ കൂടുതൽ ഈ മഹാത്മാക്കളെയും ഭാരതത്തെയും അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭാരതമാതാവിനെ ഒരു തീജ്വാലയായി പ്രതിഷ്ഠിക്കണം. എന്നും ജ്വലിച്ചു നിൽക്കേണ്ടത് രാഷ്ട്രത്തോടുള്ള നിരന്തരമായ ഭക്തിയായിരിക്കണം. കാരണം ഈ രാഷ്ട്രമില്ലെങ്കിൽ നമ്മൾ ആരുമില്ല എന്നറിയണം. എത്രയെത്ര യോദ്ധാക്കൾ അവരുടെ ജീവൻ പുല്ല് പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് തൃണസമാനമായിട്ട് ജീവനെ കരുതിക്കൊണ്ട് ആത്മബലി ചെയ്യുമ്പോഴും ഞാനെന്ന മത്സര ബുദ്ധികൾ രാഷ്ട്രത്തിനു വേണ്ടി മരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ ആദ്യം മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ചാടി വന്നു മരിച്ചുപോയ ധീരന്മാരുടെ കർമ്മയോദ്ധാക്കളുടെ നിരന്തര പരിശ്രമത്തിൽ നിന്നാണ് ഭാരതം ഇന്നും ഭാരതമായി ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി ജീവിക്കുന്നത് എങ്കിൽ ആ ഭാരതമാതാവിനെ നിരന്തരം സ്മരിക്കണമെന്ന് ഏകാത്മതാ സ്തോത്രത്തിൽ പറഞ്ഞുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന ഉജ്ജ്വല മന്ത്രത്തോടുകൂടി 33 ശ്ലോകങ്ങളിലായിട്ടുള്ള ഏകാത്മതാ സ്തോത്ര പഠനം അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.